എമ്പുരാനിൽ മാറ്റം വരുത്തും. ചില ദൃശ്യങ്ങൾ മാറ്റും, ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും. വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റാനും ധാരണയായി. ശക്തമായ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് തീരുമാനം. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, എമ്പുരാനിൽ എത്ര തിരുത്ത്? കൃഷ്ണരാജ്, 17 ഭാഗങ്ങളാണ് ഇത്തരത്തിൽ ഇപ്പോൾ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, വിവാദമായ പല ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പതിപ്പിന് സെൻസർ ബോർഡ് ഇപ്പോൾ അംഗീകാരം നൽകി കഴിഞ്ഞു. ഇനി ഇത് വരുന്ന ആഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന പതിപ്പ് എല്ലാ തിയേറ്ററുകളിലും എത്തും എന്നുള്ളതാണ് നമുക്ക് വിതരണക്കാലത്ത് നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വലിയ വിവാദമായതോടുകൂടിയാണ് സെൻസർ ബോർഡ് ഈ വിഷയത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നതും വീണ്ടും ബോർഡ് യോഗം ചേർന്ന് ഈ ചിത്രം റീസെൻസർ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയതും. എന്തായാലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിനിമയുടെ പല ഭാഗങ്ങളിലും രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള സീനുകളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. ഇത് ദേശീയ തലത്തിൽ നിന്ന് വരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിലാണ് ഒടുവിൽ അതിൽ മാറ്റം വരുത്താനുള്ള നീക്കവുമായി സെൻസർ ബോർഡ് പോയത് എന്നുള്ളതാണ്. ആദ്യ ഘട്ടത്തിൽ ചിത്രം സെൻസർ ചെയ്ത ആ അംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പകരം പുതിയ പാനൽ അംഗങ്ങളെയാണ് ഈ സെൻസർ ബോർഡിന്റെ ഈ പറയുന്ന രീതിയിൽ ഈ സിനിമ കാണാനും ഒഴിവാക്കിയ ഭാഗങ്ങൾ വെച്ചുള്ള പുതിയ പതിപ്പിന് അംഗീകാരം, പ്രദർശനാനുമതി നൽകുന്നതിലേക്കും കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഈ റീസെൻസറിങ് നടന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ചിത്രം ഇപ്പോഴും ഓടുകയാണ്. അത് പഴയ ഭാഗങ്ങളുമായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ അപനിർമ്മിതിയാണ് നടന്നിരിക്കുന്നത്. ചില സംഭവങ്ങളിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ വേറെ രീതിയിൽ മുദ്രകുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി നടക്കുമുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ വിമർശനങ്ങൾ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും വന്നു, പല സംഘടനകൾക്കുള്ളിൽ നിന്നും വന്നു. അങ്ങനെ RSSന്റെ മുഖവാരികയായിട്ടുള്ള ഓർഗനൈസർ വരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഒളിച്ചു കടത്തുന്ന രാഷ്ട്രീയ അജണ്ടകളെ എതിരെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം എല്ലാ കോണിൽ നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഒടുവിൽ ആ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിഷയത്തിൽ സെൻസർ ബോർഡിന്റെ ഒരു നടപടി വന്നിരിക്കുന്നു. ആ ചിത്രത്തിലെ വിവാദമായ ഭാഗങ്ങൾ പലതും ഒഴിവാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ അത് തിയേറ്ററിൽ വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ കലാപപരമായിട്ടുള്ള ചില സീനുകളും സ്ത്രീകൾക്കെതിരായ ചില അതിക്രമങ്ങളും ഒക്കെയാണ് ഇതിൽ നിന്ന് പ്രധാനമായും ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 17 ഭാഗങ്ങളാണ് വെട്ടി മാറ്റിയിരിക്കുന്നത്. ചില ഭാഗങ്ങൾ നീക്കം ചെയ്തു, മറ്റു ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വില്ലന്റെ പേര് വരെ മാറ്റുന്നു എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ എമ്പുരാന്റെ പുതിയ പതിപ്പായിരിക്കും, എഡിറ്റഡ് കോപ്പി ആയിരിക്കും അടുത്ത ആഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക. കൃഷ്ണരാജ്, പ്രജിത്ത്, ഈ തിങ്കളാഴ്ച മുതൽ മാറ്റങ്ങളോടെ സിനിമ തിയേറ്ററിൽ എത്തും എന്നാണ്. ഇന്നിപ്പോൾ ശനി, നാളെ ഒരു ദിവസം ആനുകൂല്യം കിട്ടുന്നത് എങ്ങനെയാണ്? അതായത് ഈ സിനിമയുടെ തിരുത്തലുകൾക്ക് അത്ര സമയം വേണം എന്ന കാരണത്താലാണോ? കൃഷ്ണരാജ്, നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വേർഷൻ, അതായത് ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂടി ഓടെയാണ് സെൻസർ ബോർഡിന് മുന്നിൽ ഇത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച തൊട്ട് എല്ലായിടത്തും ഇത് എത്തിച്ചേരും, അല്ലെങ്കിൽ അത് സംപ്രേഷണത്തിന് തയ്യാറാകും എന്നുള്ളതാണ് ഇപ്പോൾ ചിത്രത്തിന്റെ അടിയറ പ്രവർത്തകരൊക്കെ അറിയിക്കുന്നത്. എന്തായാലും ആ ഒരു മാറ്റങ്ങളോടെ വരുത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിനി ഈ പറയുന്ന ഞായറാഴ്ച പഴയ സിനിമ തന്നെ പ്രദർശിപ്പിക്കുന്നു. ഞാൻ വരാം, ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി ഒപ്പം ചേരുന്നു. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഞങ്ങളിന്ന് കൃത്യമായി വാർത്ത നൽകിയിരുന്നു. തിരക്കഥയ്ക്കിൽ തിരുകിക്കയറ്റലുണ്ട്, യഥാർത്ഥ തിരക്കഥയല്ല സിനിമയാക്കിയത് എന്ന തരത്തിൽ. ഇതൊക്കെ ഒരുപക്ഷെ വലിയ പരിഗണന കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റും, വിവാദ ഭാഗങ്ങളില്ല, ചിലത് മ്യൂട്ട് ചെയ്യും, വില്ലൻ്റെ പേരിൽ മാറ്റം വരും. അങ്ങനെ അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എമ്പുരാൻ. എന്താണ് പ്രതികരണം? ഒരു ചലച്ചിത്രമാണ്, സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസായ അടിസ്ഥാനത്തിലുള്ള സിനിമയാണ്. അതിപ്പോ വിജയിച്ചാലും ഇല്ലെങ്കിലും സംബന്ധിച്ച് ഒന്നുമില്ല. പക്ഷേ അതിലൂടെ പൃഥ്വിരാജ് സുകുമാരനും മുരളി ഗോപിയും കൂടെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് അത്യന്തം ഹിന്ദുത്വ വിരുദ്ധവും രാഷ്ട്രവിരുദ്ധവുമായ കാര്യങ്ങളാണ്. ജിഹാദികളെ വെള്ളപൂശാനും ജിഹാദികൾ നടത്തുന്ന സമരത്തെ അല്ലെങ്കിൽ അവരുടെ അക്രമ സമരത്തെയൊക്കെ ന്യായീകരിക്കാനുള്ള എലിമെന്റ്സ് അതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, മോഹൻലാലിനെ ഇത് 6 വർഷം കൊണ്ട് ഓരോ മൊമെന്റും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ചലച്ചിത്രം എടുത്തതെന്ന് പൃഥ്വിരാജ് സുകുമാരൻ തന്നെ പത്രസമ്മേളനത്തിൽ പലവരും പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ
ബൂസം ഫ്രണ്ട് കൂടെയുള്ള ആളാണ് ആന്റണി പെരുമ്പാവൂര്. അയാളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഓരോ ഘട്ടത്തിലും പങ്കാളിയായിരുന്നു. ഇപ്പോ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത് തിരക്കഥ അറിയാതെയല്ല. അത് ആര് പറഞ്ഞാലും അത് വങ്കത്തരം മാത്രമാണ്. പൂർണ്ണമായിട്ടും അയാൾ ഇത് അറിഞ്ഞുകൊണ്ട് ഇതിന്റെ സാമ്പത്തികം മാത്രം കണക്കിലെടുത്തുകൊണ്ട് എത്ര കിട്ടും എന്നൊരു ഡീൽ മാത്രമായിരുന്നു അത്. അപ്പൊ അതിൽ നിന്ന് ഇപ്പോ നമ്മളെല്ലാം വേദനിപ്പിച്ച ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നത് ഒരു ചെറിയ വിജയമാണെങ്കിലും ഈ കൂട്ടരെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഹിന്ദുത്വത്തോടോ ഹിന്ദുധർമ്മത്തോടോ ഈ രാഷ്ട്രശക്തി വിരുദ്ധ ശക്തികളായ ഇതിനോടൊക്കെ സന്ധി ചെയ്യാനുള്ള, ഹിന്ദുത്വത്തെ എതിർക്കാനുള്ളൊരു മനസ്ഥിതി ഉള്ളവനാണ് മോഹൻലാൽ അടക്കം എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. കാരണം ഇത്രയൊക്കെ ഒരു കഥ കേട്ടിട്ടും 6 വർഷം പൃഥ്വിരാജ് കുമാരൻ ഇത് പറഞ്ഞു കേൾപ്പിച്ചിട്ടും ഇത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പൊട്ടം കളിയാണത്. അപ്പൊ ഇവര് പൃഥ്വിരാജ് കുമാരനും മുരളി ഗോപിയും ഒക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ വളരെ സമർത്ഥമായിട്ട് കോടികൾ ചെലവഴിച്ച് ആരുടെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സിനിമയാണ്. അതിൽ മാറ്റം വന്നാൽ നല്ലത് തന്നെ. അവരുടെ കച്ചവടം വിജയിക്കാൻ വേണ്ടി ഇനി അവർക്ക് അത് മാത്രമേ രക്ഷയുള്ളൂ. പോംവഴിയില്ല, വേറെ ഗത്യന്തരമില്ലാതെ സമ്മതിച്ചിരിക്കുന്നതാണ് അതൊക്കെ. പക്ഷെ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംവിധാനങ്ങൾ വളരെ പരാജയമാണ് പല കാര്യത്തിലും. ഇത്തരം സിനിമകളെ പുറത്തിറക്കുന്നതിന് മുൻപ് ജിഹാദികളെ, രാഷ്ട്രവിരുദ്ധ ശക്തികളെയൊക്കെ വെള്ളപൂശുന്ന സിനിമകൾക്ക് ഇത്രയധികം സെൻസർഷിപ്പ് ഇല്ലാതെ പുറത്തു വരാൻ സാധിക്കുന്നത് ഇപ്പോഴും അത്ഭുതമാണ്. അതേസമയത്ത് നമ്മുടെ രാമസിംഹൻ ഈ 1921 മാപ്പിള ലഹളയ്ക്കെതിരെ എടുത്ത പടത്തിന് എത്ര തവണ കത്തി വെച്ചിട്ടാണ് പുറത്തിറക്കിയത്. അപ്പൊ നമുക്കിങ്ങനെ ദുരവസ്ഥയുണ്ട്, ദുര്യോഗമുണ്ട്. അത് മാറണം. ഇത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഹൻലാല്, മുരളി ഗോപി, പൃഥ്വിരാജ് തുടങ്ങിയവരുടെ ഉള്ളിൽ ഇതൊക്കെ ഇങ്ങനത്തെ രാഷ്ട്രീയമാണോ ഉള്ളത് എന്ന് ഹിന്ദുക്കൾ സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ മോഹൻലാൽ ഇത് ഒരിക്കലും അഭിനയിക്കരുതായിരുന്നു. കാരണം അതായത് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇതിപ്പോൾ മാറ്റങ്ങൾ വന്നാലും വെട്ടിത്തിരുത്തിയാലും അതുണ്ടാക്കി വെച്ച ഒരു വിപത്തിന്റെ സൂചന അതിങ്ങനെ ഉപരിതലത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. തീർച്ചയായും ഉപരിതലത്തിലല്ല, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുണ്ടാക്കിയതല്ലേ ഗോധ്രയിൽ കർഷകരെ ചുട്ടുകൊന്നിട്ട് അത് അങ്ങനെയല്ലെന്ന് ഉള്ള വാദം ഇവിടെ ഉന്നയിച്ചത് കോൺഗ്രസും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടുമാണ്. ഈ പടത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പ്രിയങ്ക ഗാന്ധിയെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെയോ ഒക്കെ ന്യായീകരിക്കും വിധമുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം, ജിഹാദികളുടെ രാഷ്ട്രീയം, അത് പറയാൻ മോഹൻലാലിനെ തൽക്കാലം ലഫ്റ്റനന്റ് കേണലായിട്ട് ഇരുത്തേണ്ട കാര്യം ഈ സർക്കാരിനില്ലല്ലോ. മാത്രമല്ല, ലഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരു പടത്തിൽ അഭിനയിക്കാമോ? ഒരു ലഫ്റ്റനന്റ് കേണൽ അഭിനയിക്കാമോ അതില്? അപ്പൊ അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ലോകത്ത് ഫൂൾസ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു സുഖമായിട്ട് ജീവിക്കുകയാണ്. ഈ ഹിന്ദുക്കളുടെ മൃദു ഹിന്ദു വികാരം, ഇടയ്ക്ക് ശംഭോ മഹാദേവ എന്ന് പറയുക, ഇടയ്ക്ക് ശബരിമലയ്ക്ക് പോവുക, ഇങ്ങനെ മൃദു ഹിന്ദു വികാരം ഉണർത്തിയെടുത്തിട്ട് ഹിന്ദുക്കളുടെ വ്യൂവർഷിപ്പ് ഉറപ്പാക്കി ഏട്ടൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നല്ല ഒന്നാം തരം പണിയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹം മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ പുഷ്കല കാലമൊക്കെ കഴിഞ്ഞു പോയി എന്നോ, പക്ഷേ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഈ ഹിന്ദുക്കൾ 90% അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവര് ഈ നാട്ടിലെ ഹിന്ദുക്കളാണ്. അപ്പൊ അവരുടെ രാഷ്ട്രബോധത്തെ, രാഷ്ട്രീയത്തെ അല്ല ഞാൻ BJP വിമർശിക്കാം, കോൺഗ്രസിനെ വിമർശിക്കാം, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ രാഷ്ട്രബോധത്തിനെതിരല്ലേ ഇവർ സംസാരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഗോദ്രയിൽ 59 പേരെ ചുട്ടുകൊന്നത് 1000 പേരുടെ ഒരു മോബാണ്. ആ മോബ് നേരത്തെ തന്നെ അവിടെ സബർമതി എക്സ്പ്രസിനെ കാത്തു നിന്നിരുന്നു. മാത്രമല്ല, അവർ 140 ലീറ്റർ പെട്രോള് സംഘടിപ്പിച്ചാൽ നിന്നിരുന്നത്. ഈ ബോഗി പുറത്തുനിന്ന് അടച്ചിട്ടാണ് ചുട്ടുകൊന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ വസ്തുതകൾ കമ്മീഷൻ കണ്ടെത്തി കഴിഞ്ഞ ശേഷവും പിന്നെയും ഇതേ കാര്യം ആവർത്തിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും അജണ്ടയാണ്. അപ്പൊ ഈ കോൺഗ്രസിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് മോഹൻലാൽ പോയിട്ട് നിന്നുകൊടുത്ത് കിട്ടുന്ന കാശ് വാങ്ങി പോകുന്നത് അദ്ദേഹത്തിന് ഈ ധർമ്മത്തോടോ അദ്ദേഹത്തിന്റെ ഫാൻ ബേസിൽ 90% ഹിന്ദുക്കളോടോ യാതൊരു കൂറുമില്ല എന്നതിന്റെ തെളിവാണ്. ഇവരുടെ ഉള്ളുകള്ളി പുറത്തായി എന്ന് മാത്രം. പടം ഇറങ്ങിക്കോട്ടെ, പടം കട്ട് ചെയ്ത് അത് അവരുടെ ഇഷ്ടം. പക്ഷെ അവരോടുള്ള വിശ്വാസ്യത അവർ കളഞ്ഞു കുളിച്ചു, അല്ലെങ്കിൽ അവരുടെ തനി നിറം പുറത്തായി എന്നതാണ് ഇതിന്റെ സന്ദേശം. നന്ദി ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പ്രതികരിച്ചതിന്. ഏതായാലും എമ്പുരാനിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുന്നു. 17 ഭാഗങ്ങൾ മാറ്റുന്നു, ദൃശ്യങ്ങൾ മാറ്റും, വില്ലൻ്റെ പേരിൽ മാറ്റം വരും. അങ്ങനെ വിവാദ വിഷയം അതിങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ മാറ്റങ്ങളോടെ തിങ്കളാഴ്ച മുതൽ പ്രദർശിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, നേരത്തെ പറഞ്ഞു വന്നത് തുടരാം.
കൃഷ്ണരാജ്, എന്തായാലും മാറ്റങ്ങളോടെ തന്നെയായിരിക്കും ഈ ചിത്രം പുറത്തിറങ്ങുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇനി അറിയേണ്ടത് ഇപ്പോൾ രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസികളെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മോശം ഛായയിൽ കൊണ്ടുവരുന്ന സീനുകളൊക്കെ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുമോ എന്നുള്ളതെല്ലാം തിങ്കളാഴ്ച ഈ പടം എഡിറ്റഡ് വേർഷൻ ഏറ്റവും പുതിയ സെൻസർഡ് കോപ്പി അത് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് ആരംഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വ്യാപകമായ വിമർശനം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങളടക്കം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. പൃഥ്വിരാജ് ജോർദാനിൽ കുടുങ്ങിപ്പോയ സമയമൊക്കെ സൂചിപ്പിച്ച് അതിനുശേഷം അദ്ദേഹം സമ്പർക്കത്തിൽ വന്ന ആളുകളാര് അതിനുശേഷം ഇറങ്ങിയ സിനിമകൾക്ക് ഒരു പ്രത്യേകതരം സ്വഭാവം ഉണ്ടാകുന്നു, തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നടക്കമുള്ള ആവശ്യമുയർത്തിയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നത്. RSSന്റെ ദേശീയ മുഖവാരികയായിട്ടുള്ള ഓർഗനൈസറിലും ഈ വിഷയത്തിൽ വലിയ വിമർശനത്തോടെയുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്രയധികം ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു നടൻ അഭിനയിക്കുന്ന ആ സിനിമയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എങ്ങനെ വന്നു അടക്കമുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെയൊക്കെ ഈ പറയുന്ന ഒളിച്ചുകടത്തലുകളെ പറ്റി, രാഷ്ട്രീയ അജണ്ട ഈ സിനിമയിൽ ഒളിച്ചുകടത്തതിനെ പറ്റിയൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ വന്നിരിക്കുന്നു. RSSന്റെ പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജകനായ ജയ നന്ദകുമാർ അടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നു. RSS ദേശീയ നേതാവായിട്ടുള്ള A ജയകുമാർ അടക്കമുള്ളവർ ഫേസ്ബുക്കിലടക്കം ഈ വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും പലരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ഈ പറയുന്ന ചില സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പലരും പുറത്ത് പ്രതിഷേധങ്ങൾ അറിയിക്കുന്നില്ല എന്നുള്ളൊരു ഘട്ടം മാത്രമാണ്. എന്തായാലും ഈ സെൻസർ ബോർഡിന്റെയും നടപടിയും ഇടപെടലും ഉണ്ടായതോടുകൂടി ഇക്കാര്യത്തിൽ ഈ വിവാദങ്ങൾ നടങ്ങുമെന്ന് നമുക്ക് നാളെ മുതൽ പ്രതീക്ഷിക്കാം. കാരണം തിങ്കളാഴ്ച ഇതിന്റെ പുതിയ വേർഷൻ തിയേറ്ററുകളിൽ എത്തുന്നതോടുകൂടി എന്തായിരിക്കും ഈ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഒരു വ്യക്തത വരും. അപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ അവശേഷിക്കുന്നുണ്ടോ എന്നനുസരിച്ചായിരിക്കും ചിത്രം സംബന്ധിച്ച വിവാദങ്ങളുടെ ഭാവി എന്നുള്ളത്. കൃഷ്ണരാജ്, പ്രീത്ത്, ശക്തമായ പ്രതിഷേധം പല വഴിക്ക് RSSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നവമാധ്യമങ്ങളിലുടനീളം വലിയ പ്രതിഷേധം അലയടിക്കുന്നു. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രീത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. നാളെ ഒരു ദിവസം എന്തായാലും എങ്ങനെയാണോ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് അതേപടി തന്നെ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കപ്പെടും. മറ്റന്നാൾ മുതൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വിമർശനങ്ങളുടെ കുത്തൊഴുക്ക് എല്ലായിടങ്ങളിലും, ഫേസ്ബുക്ക് തുറന്നാൽ, ഇൻസ്റ്റാഗ്രാം തുറന്നാലൊക്കെ പ്രതിഷേധമാണ്. മാത്രമല്ല, തിരക്കഥയിൽ തിരുകിക്കയറ്റലുണ്ടെന്ന് ജനൻ TV വാർത്തയും നൽകിയിരുന്നു. അത് ഒരുപക്ഷെ ഈ റീസെൻസറിങ്ങിൻ്റെ ആക്കം കൂട്ടി, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ ജൻ TV വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ സിനിമയിൽ തിരക്കഥയിൽ ചില അഴിച്ചുപണികളൊക്കെ നടത്തി എന്നുള്ള സാധനം അല്ലെങ്കിൽ ആ വാർത്ത പുറത്തു വന്നതോടുകൂടി ഇതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്ന വിമർശനത്തിനേക്കാൾ കൂടുതൽ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായി വരുന്നു. കാരണം തിരക്കഥയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയത് കൊണ്ടാണ് പിന്നീട് നടത്തിയ അഡ്ജസ്റ്റ്മെന്റുകൾ, ആദ്യം എഴുതിയ തിരക്കഥയല്ല എന്നുള്ള ചർച്ചകളൊക്കെ പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ആ വിഷയത്തിലെ പ്രതിഷേധം അത് കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം വന്നതോടുകൂടി ഈ വിവാദ ഭാഗങ്ങൾ പിന്നീട് തിരികെ കയറ്റിയതാണ് എന്നുള്ള സൂചനകളും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സിനിമയിലെ പല സിനിമയുടെ പ്രധാന നടനടക്കമുള്ളവർ കാര്യങ്ങൾ അറിയാതെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തത് എന്നടക്കമുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ നീണ്ടുപോയതോടുകൂടി സംവിധായകനായ പൃഥ്വിരാജിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രതിഷേധമാണ് ഒരുപക്ഷെ ഇന്ന് ഈ റീസെൻസറിംഗ് നടപടികളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. നേരത്തെ സെൻസർ ബോർഡിന്റെ പറയുന്ന ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാനലിനെ ഒഴിവാക്കി പുതിയൊരു പാനലാണ് ഈ സിനിമ വീണ്ടും റീസെൻസർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം. അങ്ങനെ ശക്തമായ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ആദ്യം ജനൻ TV തന്നെയാണ് ഈ വീണ്ടും സിനിമ സെൻസർ ചെയ്യുമെന്നുള്ള വാർത്ത പുറത്തുവിടുന്നത്. സെൻസറിങ് ആരംഭിച്ച വാർത്തയും പുറത്തുവിടുന്നത് ജനൻ TV തന്നെയാണ്. അങ്ങനെ ആദ്യം മുതൽ തന്നെ ഈ സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് നവമാധ്യമങ്ങളടക്കം കണ്ട് വലിയ പ്രതിഷേധം എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പല സോഷ്യൽ മീഡിയ ഹാൻഡിലടക്കം ജനൻ TV പുറത്തുവിട്ട വാർത്തകൾ അത് വളരെ പെട്ടെന്ന് തന്നെ പലയിടങ്ങളിലേക്ക് ഷെയർ ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ വാർത്താ പ്രാധാന്യം ഈ വിഷയത്തിൽ കൈവരിക്കാൻ അല്ലെങ്കിൽ വലിയ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമാകുന്ന ഈ വിഷയത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എന്തൊക്കെയാണ് സിനിമയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം വീഴുന്ന വാർത്തകൾ ജനൻ TV നൽകിയിരുന്നു. അത് വലിയ ചർച്ചയായി നവമാധ്യമങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അവസാനം ഈ റീസെൻസറിങ് എന്നുള്ള നടപടിക്രമത്തിലേക്ക് നയിച്ചതും. കൃഷ്ണരാജ്, യെസ്, എമ്പുരാൻ സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കപ്പെടും. വില്ലൻ്റെ പേര് മാറും, ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യും. ഏതായാലും ജനൻ TV തിരക്കഥയിൽ തിരികെക്കയറ്റലെന്ന വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് റീസെൻസറിങ് വന്നതും കൃത്യമായ നടപടികളിലേക്ക് പോയതും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.